റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്റ്റ് ആണ്. പ്രേക്ഷകരെ കണ്ടിട്ടുണ്ടാവും. പൾസർ സുനിയുമായി ഒളിക്യാമറ ഓപ്പറേഷനിൽ പൾസർ സുനി നടത്തിയ ചില വെളിപ്പെടുത്തലുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ചർച്ചകൾ ഒരു വഴിക്ക് പോകും. പക്ഷേ ഒരു മാധ്യമം എന്ന നിലയിൽ ഇത്തരം വിവാദമായ ഒരു കേസിൽ ഒന്നാമത്തെ പ്രതി വന്ന് നമ്മുടെ ഒളിക്യാമറയിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് വലിയ വ്യാപ്തിയുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷനുമായിട്ട് പ്രത്യേകിച്ച് പോലീസുമായിട്ടുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അന്വേഷണ ഏജൻസിയുടെ നിഗമനങ്ങളെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തെ പ്രതി നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എട്ടാമത്തെ പ്രതിയായി ദിലീപിനും ഒന്നാം പ്രതിയായ പൾസർ സുനിക്കും കുരുക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് കുരുക്ക് വീണ്ടും മുറുകുകയാണ്. ജാമ്യം റദ്ദാകാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. ഈ രീതിയിൽ ഇപ്പോൾ നീക്കം തുടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ പൾസർ സുനിക്ക് കിട്ടിയ ജാമ്യം റദ്ദാവും. പൾസർ സുനി വീണ്ടും തിരിച്ച് ലോക്കപ്പിലേക്ക് മടങ്ങും. ലോക്കപ്പ് വാപ്പസി ആയി മാറാൻ പോവുകയാണ്. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷി, നമ്മുടെ ഈ അഭിമുഖത്തിലൂടെ ഈ ചില കാര്യങ്ങൾ മീഡിയയ്ക്ക് മുന്നിലും തുറന്നു പറയാൻ പാടില്ല എന്നുള്ളതാണ്. അറിഞ്ഞോ അറിയാതെയോ എന്നതാണെങ്കിൽ പോലും അത് ജാമ്യ വ്യവസ്ഥയെ ലംഘിച്ചു എന്നുള്ളതാണോ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ? അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് നമുക്ക് വൈഭവ് സക്സേന നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതിന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന സംഘത്തിൻ്റെ തലവൻ്റെ പ്രതികരണം എത്തിയിട്ടുണ്ട്. SP-യുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. വൈഭവ് സക്സേന നമ്മൾ പുറത്തുവിട്ട വീഡിയോയുടെ പ്രതികരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ, ആ ശബ്ദം നമുക്ക് കേട്ടുവരാം. ಈ ಕೇಸ್മായി ബന്ധപ്പെട്ട ഈ മാറ്ററുമായി ബന്ധപ്പെട്ട ഓൾറെഡി SHO കൊടുനാട്ട് ഒരു റിപ്പോർട്ട് അയച്ചിരുന്നു. സോ കോമ്പറ്റൻറ്റ് അതോറിറ്റിയിലേക്ക് നമ്മൾ ഈ മാറ്റർ ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഈ ബെയിൽ ക്യാൻസലേഷൻ ചെയ്യാൻ വേണ്ടി ബെയിൽ കണ്ടീഷൻസ് നോക്കിയിട്ട് ഏതെങ്കിലും കണ്ടീഷൻ വയലേറ്റ് ആണെങ്കിൽ ആ വയലേഷനിൻ്റെ റിപ്പോർട്ട് ത്രൂ പ്രോപ്പർ ചാനൽ ത്രൂ കോമ്പറ്റൻറ്റ് അതോറിറ്റി നമ്മൾ കോർട്ടിലെ മുമ്പ് സബ്മിറ്റ് ചെയ്യണം. ഈ കേസുമായി ബന്ധപ്പെട്ട ആറിനും അത് ഒന്നും ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കും. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, കുരുക്കാവുകയാണോ പൾസർ സുനിക്ക്? നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളും വാർത്തയും. ഡോക്ടർ അരുൺകുമാർ, നടിയാക്രമിച്ച കേസിൽ മുഖ്യപ്രതിയായ പൾസർ സുനി, ആ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് പ്രോസിക്യൂഷനെ സഹായിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾ നടത്തുന്ന പൊതു ഇടങ്ങളിൽ പ്രതികൾ നടത്തുന്ന തെറ്റായ വിവരങ്ങൾ പൊളിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയത്. പ്രത്യേകിച്ച് അത് കൊട്ടേഷൻ നൽകിയതാണ്, 1.5 കോടിക്ക് ദിലീപാണ് കൊട്ടേഷൻ നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അത് സുപ്രധാനമാണ്. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് എറണാകുളം റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരം DYSP നവാസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ SP-ക്ക് കൊടുത്തു. ആ റിപ്പോർട്ട് SP, ക്രൈംബ്രാഞ്ച്, അതേപോലെ നടി ആക്രമിച്ച കേസിൻ്റെ അന്വേഷണ സംഘത്തലവരായ ബൈജു പലോസിന് കൈമാറിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ പൾസർ സുനി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് കണ്ടെത്തിയെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. കാരണം ഈ ജാമ്യവ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ മാധ്യമങ്ങളുമായി കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പങ്കുവെക്കാൻ പാടില്ല എന്നാണ്. ആ വ്യവസ്ഥ പൾസർ സുനി പൂർണ്ണമായും ലംഘിച്ചു. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന റിപ്പോർട്ട് കോടതിക്ക് കൈമാറണമെന്ന ഒരു നിലപാടിലേക്ക് പോലീസ് എത്തുകയാണ്. ഏതായാലും ഈ കാര്യം റൂറൽ പോലീസ് അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചിലെ ബൈജു പലോസ് DYSPക്ക് കൈമാറിക്കഴിഞ്ഞു. ഇനി അവർ നിയമോപദേശം സ്വീകരിച്ചതിന് ശേഷമാകും ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് വിചാരണ കോടതിക്ക് കൈമാറുക. ഏതായാലും ഈ വെളിപ്പെടുത്തൽ അത് കേസന്വേഷണത്തിന് ഗുണകരമാണ്. അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ തെളിവ് അല്ലെങ്കിൽ കൂടുതൽ ശക്തി പകരുന്നതാണ്. ഇനിയുള്ള നിയമ പോരാട്ടത്തിൽ ആത്മവിശ്വാസം പകരുകയും ശക്തി പകരുകയും ചെയ്യുന്ന ഒരു വെളിപ്പെടുത്തലാണിതെന്ന വിലയിരുത്തൽ തന്നെയാണ് ക്രൈംബ്രാഞ്ചിനുള്ളത്. ഏതായാലും ക്രൈംബ്രാഞ്ച് ഈ വെളിപ്പെടുത്തലിന്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചു കഴിഞ്ഞു. ഇനി ഇത് സംബന്ധിച്ച DG പ്രോസിക്യൂഷന് നിയമോപദേശം തേടുന്നുണ്ട്. ആ നിയമോപദേശം ലഭിച്ചതിന് ശേഷമാകും അത് തുടരന്വേഷണം നടത്തണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. അരുൺകുമാർ, ശരി.